ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയ്ക്കും പ്രജീഷാണെന്നുള്ള ഓരോരോ തിരക്കായതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വരില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഈ പ്രജീഷാനോട് പറഞ്ഞു. പ്രജീഷാടൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കിന്ന് പുറത്ത് പോയി കഴിക്കാം, വീട്ടിൽ ചോറ് വെക്കണ്ട, വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ആക്കാമല്ലോ എന്ന്. അപ്പോൾ എന്നെയും കൊണ്ട് പ്രജീഷേട്ടൻ തലായിലൊരു കടയുണ്ട് പുതിയത്, അവിടെ പോകാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രജീഷേട്ടൻ പണി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നിന്ന് കഴിച്ചതാണ്. വീട്ടിൽ വരാൻ സമയമില്ലാത്തപ്പോൾ അപ്പോൾ അവിടെ നിന്ന് കഴിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ഇന്ന് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഫുഡായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പച്ചക്കറി, മീൻകറിയും, ഉപ്പേരിയും, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പ്രജീഷേട്ടൻ്റെ ബൊലേറോക്ക് മറ്റേ ബ്രേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണി കയറ്റിയിട്ടുണ്ടാവും. നോക്കുമ്പോൾ അത് ആ മുന്നെല്ലാം മൊത്തം തുരുമ്പടിച്ച് പോയി. അപ്പോൾ പ്രജീഷേട്ടൻ പറയുന്നത് ഇതെങ്ങനെയാണ് ഇങ്ങനെയെല്ലാം ആയിപ്പോയി, ഒരു 2000-3000 രൂപയ്ക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ 2000-നും നിൽക്കില്ല, 3000-നും നിൽക്കില്ല, 10,000-നും നിൽക്കില്ലാത്ത അവസ്ഥയാണ്. അപ്പം വണ്ടീൻ്റെ പണിയെടുക്കുന്ന ചേട്ടൻ ചോറുണ്ണാൻ പോയിരിക്കുന്നതാണ്. അപ്പം എനിക്കും ആതിരേച്ചിക്കും വേറൊരു സ്ഥലം വരെ പോകണം. അപ്പം ഞാനും ആതിരേച്ചി വരുന്നവരെ ഞാൻ വിചാരിച്ചു പ്രജീഷേട്ടൻ്റെ അടുത്ത് നിൽക്കാമെന്ന്. ഇതാ എല്ലാം മുട്ടിയപ്പോൾ എല്ലാം തുരുമ്പെടുത്തിട്ട് ഇങ്ങനെ പോയിട്ടോ. അപ്പം ഞങ്ങൾ ആതിരേച്ചി എല്ലാം പോകേണ്ടടുത്തെല്ലാം പോയി തിരിച്ചും പ്രജീഷേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴും പ്രജീഷേട്ടൻ്റെ വണ്ടീൻ്റെ പണി കഴിഞ്ഞില്ലേ. അപ്പം ഞങ്ങൾക്ക് ചായ എല്ലാം വാങ്ങിച്ചു തന്നു കേട്ടോ. ചായ എല്ലാം വാങ്ങിച്ചു തന്നു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ധ്യാനം വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിന്ന് പുറത്തുനിന്നല്ല ഫുഡ് കഴിച്ചാലേ അവനും ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂഡിൽസും പിന്നെന്താ ചായയും മാംഗോ ഫ്രൂട്ടുമാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മാംഗോ എല്ലാം മുറിച്ചിങ്ങനെ കൊടുക്കുമ്പോൾ അതവന് കഴിച്ചോളും. പിന്നെ ഞാൻ പോയ കാര്യമൊന്നും അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ തിന്ന സാധനം ആ സാധനം ഞാൻ അവിടെ കൊണ്ട് കൊടുക്കേണ്ടത്. അവന് പിന്നെ ചായ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വീണിനെയും അടുക്കളയിലേക്ക് കയറിയിട്ടോ. അടുക്കളയിൽ കയറി രാത്രിത്തെ പരിപാടിയിലേക്കെല്ലാം കടന്നു. അന്നേരം വിചാരിച്ചോ ദൈവമേ, രാവിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതോടെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഈ രാത്രി കിടന്നിട്ട് മെരുകേണ്ട ആവശ്യമില്ല അടുക്കളയിൽ. അപ്പോൾ രാത്രിയിലെല്ലാം ചോറും കറിയും പിന്നെ ആക്കിയിട്ടോ. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് കൂടെ നിർത്തണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരാം. ടാറ്റാ ബൈ, സീ യു.